കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള തളിപ്പറമ്പ് കരിമ്പം ഫാമിലെ കെടുകാര്യസ്ഥത ചോദ്യം ചെയ്തതിന് ഫാമിലെ ജീവനക്കാരനെ സിപിഎമ്മുകാർ നിരന്തരം ദ്രോഹിക്കുന്നതായി പരാതി. കരിമ്പം ഫാമിലെ ജീവനക്കാരനായ വി രൂപേഷാണ് ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഫാമിലെ കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചു എന്ന് പറഞ്ഞ് ഫാമിലെ ജീവനക്കാരനും സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഷനൂപിന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയും ബന്ധുവിനെയും മർദ്ദിക്കുകയും ചെയ്തുവെന്ന് രൂപേഷ് പറയുന്നു. തളിപ്പറമ്പ് കരിമ്പം ഫാമിൽ നടന്ന അഴിമതി ചോദ്യം ചെയ്തതും ഫാമിലെ ജീവനക്കാരനായ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി ജോലിക്ക് വന്ന് ഒപ്പിട്ട ശേഷം പാർട്ടി പരിപാടികൾക്ക് പോയത് ചോദ്യം ചെയ്തതുമാണ് തന്നോടുള്ള വിരോധത്തിന് കാരണമെന്നാണ് രൂപേഷ് പറയുന്നത്. കരിമ്പ ഫാമിൽ ഒരു അഴിമതി നടന്നിനി. കരിമ്പ ഫാമിൽ തന്നെ ഈ ഷനൂപ് എന്ന് പറയാൻ ഒപ്പിട്ടിട്ട് പാർട്ടി പരിപാടിക്കെല്ലാം പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് പത്രത്തിലെല്ലാം വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കരിമ്പ ഫാമിൽ നിന്ന് ഇവരെന്നെ തല്ലാൻ വേണ്ടി വന്നു. തല്ലാൻ വന്ന സമയത്ത് ഞാനത് പിറ്റേ ദിവസം ഇവർ വലിയ കേസാണ് കൊടുത്തിന്. അന്ന് മുതൽ ഈ രണ്ട് സംഭവം എൻ്റെ മനസ്സിലുള്ളത്, വേറെ എന്താണെന്ന് കാരണം എന്ന് എനിക്കറിയില്ല. അതിനുശേഷം എനിക്ക് ഒരു പരിപാടിക്കോ ഒരു കല്യാണത്തിനോ ഒന്നും പോകാൻ പറ്റുന്നില്ല. അത് നാട്ടുകാർക്കെല്ലാം അറിയാം. എവിടെ പോയാലും ഇവർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്നെ തല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. തുടർച്ചയായി തനിക്കു നേരെ അക്രമങ്ങൾ ഉണ്ടാകുന്നു. ഏതാനും ദിവസം മുമ്പ് ഉത്സവപ്പറമ്പിൽ വെച്ചും ഫാമിലെ ജീവനക്കാരനും ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഷനൂപിന്റെ നേതൃത്വത്തിൽ രൂപേഷിനെ ആക്രമിച്ചു. തടയാൻ വന്ന തന്റെ ബന്ധുവിനെയും ആക്രമിച്ചു എന്നും ഇദ്ദേഹം പറയുന്നു. എന്നിട്ടിപ്പോ ഗാനവിളക്ക് പോയ സമയത്ത് ഇവരെല്ലാം കൂടി വന്നിട്ട് എന്നെ അടിച്ചു. പിടിച്ചൊക്കെ വന്ന് എൻ്റെ മാമീനും തച്ചു. എന്നിട്ട് ഇവർ എൻ്റെ പേര് കള്ള കേസ് കൊടുത്തു. ഇവരെ തച്ചു വണ്ടി അടിയിലെ ജനങ്ങൾ മൊത്തം കാണുന്നുണ്ട് തല്ലുന്ന ആരാന്ന് എന്നെ സംഭവിച്ചിരുന്നത്. എന്നിട്ട് ഇവരെന്നെ ജീവിക്കാൻ പറ്റുന്നത്. എന്നിട്ട് ഫാമിനിപ്പം ജോലിയും ഫാമിനെതിരെ ഒരു വാർത്ത മക്തവിൽ കൊടുത്തു. അത് ആരെ കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഞാനത് കൊടുത്തിട്ടേ ഇല്ല. ഞാനത് തെളിയിക്കാൻ തയ്യാറാണ്. എൻ്റെ മുന്നിൽ എല്ലാ തെളിവുകളുണ്ട്. തനിക്ക് നേരെ നിരന്തരം ഭീഷണിയുണ്ടെന്നും ഫാമിന് പുറത്ത് തനിക്കെതിരെ പോസ്റ്ററുകൾ പതിക്കുന്നുണ്ടെന്നും ഇനിയും തന്നെ അപായപ്പെടുത്തുമെന്ന ഭയമുണ്ടെന്നും രൂപേഷ് പറയുന്നു. ജനം, കണ്ണൂർ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആ ഭയം വ്യക്തമാണ്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, ഈ തൊഴിലാളി വളരെയധികം ഭീഷണി നേരിടുന്നു. CPM പ്രവർത്തകരാണ് അതിന് പിന്നിൽ. അദ്ദേഹത്തിന് തൊഴിൽ നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ജീവന് പോലും ഭയമുണ്ട്. കൂടുതൽ വിവരങ്ങൾ മിഥുൻ പിള്ള. വിനോദ, കാലങ്ങളായി കരിമ്പം ഫാമിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരനാണ് വി രൂപേഷ്. അദ്ദേഹമാണ് ഇത്തരമൊരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് കരിമ്പം ഫാമിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ കരിമ്പം ഫാമിൽ ചില അഴിമതികൾ നടന്നിട്ടുണ്ട്. ആ അഴിമതിയുടെ വിവരങ്ങൾ ചില മാധ്യമങ്ങളിൽ വരികയും ചെയ്തു. ആ വിവരം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് ഈ രൂപേഷ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അക്രമം നടത്തിയതെന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ഇതേ ഫാമിലെ ജീവനക്കാരനും CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഷനൂപ് ഈ കരിമ്പം ഫാമിലെത്തി അവിടെ ഒപ്പിട്ട ശേഷം മറ്റ് പാർട്ടി പരിപാടികൾക്ക് പോകുന്നതും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. അത് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനെ തുടർന്ന് വലിയ വിരോധം തനിക്കെതിരെ ഉണ്ടായി. ഇതിന്റെ ഭാഗമായി CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം നിരന്തരം തന്നെ ദ്രോഹിക്കുന്നു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. മാത്രമല്ല, തൊട്ടടുത്ത കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സമീപത്തൊരു അമ്പലത്തിൽ ഉത്സവത്തിന് പോയ സമയത്ത് അവിടെ ഗാനമേള കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ CPMകാർ ഈ രൂപേഷിനെ മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് രൂപേഷ് പറയുന്നത്. മാത്രമല്ല, ഈ രൂപേഷിനെ മർദ്ദിക്കുന്നത് ചോദ്യം ചെയ്ത് അദ്ദേഹത്തിന്റെ ബന്ധുവിനെയും CPMകാർ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ ഫാമിന് പുറത്ത് ഈ രൂപേഷിനെ കുറിച്ച് അനാവശ്യങ്ങൾ എഴുതി വെക്കുക, ഭീഷണി പോസ്റ്ററുകൾ പതിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ CPMകാർ ചെയ്യുന്നുണ്ടെന്നും രൂപേഷ് പറയുന്നുണ്ട്. ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് തനിക്ക് നിലവിലുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനിയും അപായപ്പെടുത്തുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. തന്റെ ജോലിയെ സംബന്ധിച്ച് ഇനിയിപ്പോൾ അവിടെ ജോലി ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിൽ കൂടി അദ്ദേഹത്തിന് സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, മുന്നേ ഒരു കാലവർഷ സമയത്ത് അവിടെ ഷെഡ് തകർന്നു വീണ് ലക്ഷക്കണക്കിന് രൂപയുടെ തൈകൾ, പല ചെടികളും നശിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ടൊരു റിപ്പോർട്ട് മാധ്യമങ്ങളിൽ വന്നു. എന്നാൽ ആ റിപ്പോർട്ട് കള്ളമാണെന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരു റിപ്പോർട്ട് കൂടി മാധ്യമങ്ങളിൽ വരുന്നൊരു സാഹചര്യമുണ്ടായി. ഇതൊക്കെ നൽകിയത് രൂപേഷ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് രൂപേഷ് ഈ കരിമ്പം ഫാമിനെതിരെ അനാവശ്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ക്രൂരമായി ആക്രമിക്കുകയാണ് ചെയ്തതെന്നാണ് രൂപേഷ് പറയുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നിലവിൽ രൂപേഷ് തീരുമാനിച്ചിരിക്കുന്നത്. വിനോദ്. അതെ, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.